ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നമുക്ക് എളുപ്പത്തിൽ തേങ്ങ ചിരകയില്ലാതെ എങ്ങനെ ചിരകിയെടുക്കാം എന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മൾ പലർക്കും തേങ്ങ ചിരകാൻ ഒരു മിനിമം 5 മുതൽ 10 മിനിറ്റ് മതിയാകും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പലർക്കും കൈവേദന, കൂടാതെ ഷോൾഡർ പെയിൻ, പിന്നെ ചിലർക്ക് ചിരകാൻ മടിയുള്ളവർ, പിന്നെ ചിരകയില്ലാത്തവർ, പ്രവാസികൾ, അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നാം ഈ വീഡിയോയിൽ 3 മെത്തേഡാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന മെത്തേഡ് തിരഞ്ഞെടുക്കുക. ആദ്യത്തെ മെത്തേഡ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു തേങ്ങ എടുക്കുക. അതിലേക്ക് തേങ്ങയെ ഒരു കവറിലേക്ക് ഇടാം. ഇട്ട് പൊതിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. മിനിമം ഒരു 12 മണിക്കൂർ എങ്കിലും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തേങ്ങ തണുത്ത് വരേണ്ടതായിട്ടുണ്ട്. അപ്പോഴത്തേക്കും രാത്രി കിടക്കാൻ നേരത്ത് വച്ചാൽ മതിയാകും. കിടക്കാൻ നേരത്ത് വച്ചിട്ട് എപ്പോഴാണ് വേണ്ടത് ആ സമയം എടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെളിയിൽ വെച്ചിരിക്കുക. അതിൻ്റെ തണുപ്പൊന്ന് ചെറുതായിട്ട് കുറയാനായിട്ട് അരമണിക്കൂറെങ്കിലും വെളിയിൽ വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ എടുത്ത് സാധാ വെള്ളത്തിൽ, നോർമൽ വെള്ളത്തിലൊന്ന് കഴുകിയാൽ മതി. പിന്നെ ഈ നമ്മൾ കാണുന്ന 2 കണ്ണും താഴെ ഒരു കണ്ണും കൂടെയാണ്. അതിൻ്റെ നടുക്കായിട്ടൊരു തിക്കായിട്ടൊരു ലൈനുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ആ നടുക്കായിട്ടുള്ള തിക്ക് ലൈനായിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് ഒരു കത്തിയുണ്ടോ വെട്ടകത്തിയുണ്ടോ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ വെള്ളം മാറ്റി വയ്ക്കാം. ആ നല്ല ഐസ് കട്ടായിട്ട് ഇരിപ്പുണ്ട്. ആ വെള്ളം നമുക്ക് പിന്നെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് മാറ്റാം. എന്നിട്ട് ഒരു മൂർച്ചയുള്ള കത്തിയുണ്ട്. അതിൻ്റെ സൈഡൊന്ന് ഇങ്ങനെ നമ്മുടെ ഫ്ലഷും നല്ല തിക്കായിട്ടുള്ള സ്കിന്നുമായിട്ടുള്ളതിൻ്റെ ഇടയ്ക്കുള്ള ആ ഭാഗത്തിൽ കുത്തി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളകി വരും. ഇതാണ് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുള്ള ഗുണം. എന്നിട്ട് ഇതിൻ്റെ ഈ പുറം തൊലി വേണ്ട എങ്കിൽ മാറ്റാം. ഈ ചട്നിക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതലായാലും പ്രിഫർ ചെയ്യുന്നത് ഈ സ്കിന്ന് വേണ്ടാത്തതായിരിക്കും. അതുകൊണ്ട് ആ സ്കിന്നെല്ലാം നമുക്ക് പീൽ ചെയ്ത് കളയാം. സ്കിന്നുള്ളതാണ് കുറച്ചും കൂടെ നല്ലത്. ഹെൽത്ത് വൈസ് നോക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ലത് സ്കിന്ന് ഉള്ളതാണ്. അതെല്ലാം വേണ്ടെങ്കിൽ അത് ചെത്തി മാറ്റാം. എന്നിട്ട് തേങ്ങ ചെറുതായിട്ട് അരിയുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചെയ്യുമ്പോഴത്തേക്കും ഫിംഗർ ക്യാപ്പ് ഇട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫിംഗർ ക്യാപ്പും കൂടെ ഇട്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ട്, വളരെ മാക്സിമം ചെറുതാക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ചെറുതാക്കുക. അങ്ങനെയാണെങ്കിൽ മിക്സർ ജാറും പെട്ടെന്ന് കേടാവില്ല. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയാണ്, മിക്സർ ജാറിലിട്ട് നമ്മൾ ഒന്ന് പെട്ടെന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി മാറ്റുക. എന്നിട്ട് മിക്സർ ജാറിലിട്ടിട്ട് ചെറുതായിട്ട് പൾസ് ചെയ്തെടുക്കുക. 3-4 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഈ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. ഓവറായിട്ട് പൾസ് ചെയ്യരുത്. കുറച്ച് ഒരു 2-3 സെക്കൻഡ്സ് ആവുന്ന രീതിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചട്നിക്കൊക്കെ കൂടുതൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ടേസ്റ്റ് ഏകദേശം സെയിം തന്നെയാണ്, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ ഈ സ്കിന്ന് മാറ്റാത്ത മറ്റേ മുറി തേങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്, മിക്സ് ചെയ്തെടുക്കുകയാണ്. അതും ആവശ്യമുള്ള രീതിയിൽ എടുക്കാനായിട്ട് നമ്മൾ ഒരു ചെറിയൊരു കണ്ടെയ്നറിലോട്ടും എടുത്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ട് ആവശ്യാനുസരണം എടുക്കാം. ഇതാണ് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് അതിലേക്ക് കിടക്കാം. രണ്ടാമത്തെ മെത്തേഡ് ഇപ്പം നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും, ഇപ്പം ആരെങ്കിലും വരുന്നവരോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ വയ്ക്കാൻ മറന്നോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഫസ്റ്റ് മെത്തേഡാണ് കുറച്ചും കൂടെ നല്ലത്. ഇത് ഗ്യാസ് വെച്ചിട്ടുള്ളതാണ്. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ പാടായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കറക്റ്റ് ആ തിക്കായിട്ടുള്ള ഇതിൽ വെച്ച് കട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ തേങ്ങ നന്നായിട്ട് കറക്റ്റായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു തേങ്ങ എടുക്കുക, ഒരു ഹോൾഡർ വച്ചിട്ട് തീയിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒരു മിനിറ്റ്, മാക്സിമം 1-2 മിനിറ്റ്, കൂടുതൽ കരിക്കരുത്. പിന്നെ നമുക്ക് കുറച്ചൊന്ന് കരിച്ച് വരാൻ ഫുള്ളൊന്ന് കരിച്ചെടുക്കുക. അതിൻ്റെ തേങ്ങ ഫുള്ളൊന്ന് കരിക്കുക, തേങ്ങയുടെ ഹാർഡായിട്ടുള്ള സ്കിന്ന്.
അപ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്ന കാണാം. അപ്പോഴത്തേക്കും തന്നെ നമുക്കങ്ങ് മാറ്റാം. ഈ സൈഡൊന്ന് ചെറുതായിട്ട് കത്തി പോകുന്നത് കണ്ടിട്ട് കരിഞ്ഞു പോകുന്നത് കണ്ടിട്ട് വിഷമിക്കണ്ട. അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാകും. എന്നിട്ട് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ചൂടൊക്കെ മാറും. അപ്പോഴത്തേക്കും അടുത്തത് ചെയ്യേണ്ടത് ഒരു ഹാമർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈയൊക്കെ സൂക്ഷിച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇടിക്കുക. അപ്പം നമ്മുടെ ഈ തേങ്ങ വിട്ട് വരുന്നത് കാണാം. ഇപ്പോൾ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. എന്നിട്ട് വിട്ട് വരുന്നത് ഭാഗം മാറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്കിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. സ്കിന്നുള്ളതാണ് ഹെൽത്തി വൈസ് നല്ലത്. എന്നിട്ട് ഇതായിരിക്കും കുറച്ചും കൂടെ മറ്റേ ആദ്യത്തെ മെത്തേഡിനെ കാട്ടി കുറച്ചും കൂടെ തേങ്ങ ഇരിക്കുന്നത് ഈ മെത്തേഡിലാണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ മെത്തേഡ് നമ്മൾ എത്ര ടിഷ്യൂ പേപ്പർ ഇട്ട് ക്ലീനാക്കാൻ നോക്കിയാലും ചെറുതായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. പക്ഷേ ഈ മെത്തേഡിലാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശം വലുതായിട്ട് കാണില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഇപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇരിക്കുന്നത് ഈ മെത്തേഡിലാണ്. എന്നിട്ട് നമുക്ക് തേങ്ങ ചെറുതായിട്ട് മാക്സിമം ചെറുതാക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സറിലിട്ടിട്ട് വീണ്ടും പൾസ് ചെയ്തെടുക്കുക. അപ്പം ഏകദേശം നന്നായിട്ടൊന്ന് അരിഞ്ഞ് നന്നായിട്ടൊന്ന് ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഷ്രെഡായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങ ഫുള്ള് നന്നായിട്ട് ഷ്രെഡായി വന്നിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. അടുത്ത മൂന്നാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ ആദ്യത്തെ മെത്തേഡ് പോലെ തന്നെ സിമിലർ ആണ്. പക്ഷേ ആദ്യത്തെ മെത്തേഡ് മുറിച്ചിട്ട് കത്തിയിട്ട് എടുക്കുന്നത് കുറച്ചും കൂടെ ചിലപ്പം കത്തി വല്ലതും മാറിക്കഴിഞ്ഞാൽ കയ്യിലൊക്കെ കുത്താൻ ചാൻസ് ഉണ്ട്. അതിന് വരെ നമ്മൾ ഈ ഹാമർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പതുക്കെ ഇടിച്ചു കൊടുക്കുക. ഒരു സൈഡ് തന്നെ 2-3 പ്രാവശ്യമൊക്കെ ഇടിച്ചു കൊടുക്കുക. അപ്പം ചെറുതായിട്ട് പൊട്ടി വരും. അപ്പം നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ഫുള്ള് വൈറ്റ് പോലെ അല്ലെങ്കിൽ ബ്രൗൺ പോലെ സ്കിന്നും കൂടെ ഉണ്ടെങ്കിൽ ബ്രൗൺ പോലെ തേങ്ങയുടെ കണക്കനുസരിച്ചിരിക്കും. നല്ല ഇളം തേങ്ങയാണെങ്കിൽ നല്ല വൈറ്റായിട്ട് നല്ല പരുവായിട്ടുള്ള തേങ്ങയാണെങ്കിൽ നല്ല ഫുൾ ബ്രൗൺ ആയിട്ടുള്ള രീതിയിൽ കിട്ടും. നല്ല ഫുള്ളൊന്ന് ഇടിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ ഹാർഡ് സ്കിൻ അതിൻ്റെ ചിരട്ടയൊക്കെ അങ്ങ് പൊട്ടിച്ചങ്ങ് മാറ്റിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് നമ്മൾ നല്ലൊരു ഏകദേശം മാക്സിമം ട്രഡീഷണൽ മെത്തേഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ചെയ്യാൻ മടിയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലത് ഈ മെത്തേഡിലാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്കിന്ന് വേണ്ടത്തുള്ള സ്കിന്ന് മാറ്റാം. എന്നിട്ട് ചെറിയ കണ്ടെയ്നേഴ്സിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിർദ്ദേശങ്ങളും സന്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.